2025 അഴിമതി കാര്യത്തിൽ പിണറായി സർക്കാർ മുന്നിൽ തന്നെ. പുതുവർഷം തുടങ്ങി 2 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ. അനിൽ അംബാനിയുടെ കമ്പനിയിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC നടത്തിയ നിക്ഷേപം വഴി 100 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ബന്ധപ്പെട്ട രേഖകളും VD സതീശൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 60 കോടി നിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല എന്ന പ്രതികരണവുമായി അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഐസക്കിന് പങ്കുണ്ടോ പങ്കില്ലയോ എന്നതല്ല വിഷയം, 100 കോടി നഷ്ടപ്പെട്ടോ എന്നതാണ് വിഷയം. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. NCD നിക്ഷേപമായിട്ടാണ് KFC അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60.80 കോടി നിക്ഷേപിച്ചത്. 19/4/2018 നടന്ന KFCയുടെ അസറ്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പണം നിക്ഷേപിച്ചത്. റിസർവ് ബാങ്കോ കേന്ദ്ര സർക്കാരോ KFC ഡയറക്ടർ ബോർഡോ അറിയാതെയായിരുന്നു നിക്ഷേപം നടത്തിയത്. 60.80 കോടിയാണ് അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് അഥവാ RCFL എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. 2018-19 വാർഷിക റിപ്പോർട്ടിൽ അനിൽ അംബാനിയുടെ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് NCD Rs 6080 lakhs എന്നാണ് 2018-19 വാർഷിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. 2019-20 വാർഷിക റിപ്പോർട്ടിലും കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. കമ്പനി 2019 ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ 7.09 കോടി തിരിച്ചു കിട്ടിയതായി 2020-21 വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2020 മാർച്ച് മുതൽ പലിശ പോലുമില്ല. പലിശ ഉൾപ്പെടെ 100 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നത് വ്യക്തമാണ്. എന്താണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ അഥവാ NCD? ഉയർന്ന റേറ്റിംഗ് ഉള്ള കമ്പനികൾ ദീർഘകാല മൂലധനം ശേഖരിക്കുന്നതിനായി ഒരു പൊതു ഇഷ്യൂവിന്റെ രൂപത്തിൽ പുറപ്പെടുവിക്കുന്നു. കൺവേർട്ടബിൾ ഡിബഞ്ചറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ താരതമ്യേന ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇവ ഇക്വിറ്റിയോ സ്റ്റോക്കുകളോ ആയി മാറ്റാൻ കഴിയില്ല. NCDകൾക്ക് ഒരു നിശ്ചിത മെച്യൂരിറ്റി തീയതിയുണ്ട്. നിശ്ചിത കാലാവധിയെ ആശ്രയിച്ച് പ്രതിമാസമോ ത്രൈമാസമോ വാർഷികമോ ആയി തുകയ്ക്കൊപ്പം പലിശയും ലഭിക്കും. കമ്പനികൾ NCDകൾ പ്രഖ്യാപിക്കുമ്പോഴോ ദ്വിതീയ വിപണിയിൽ ട്രേഡ് ചെയ്തതിനു ശേഷം വാങ്ങുമ്പോഴോ നിക്ഷേപിക്കാം. കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, ഇഷ്യൂവർ വിശ്വാസ്യത, LCDയുടെ കൂപ്പൺ നിരക്ക്, ഉയർന്ന റേറ്റിംഗ് എന്നിവ പരിശോധിച്ച് NCDകൾ വാങ്ങുന്നത് സുരക്ഷിതമായിരിക്കും.